കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജന്മേലിലെ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നമ്മുടെ ഹൃദയം അവിടുത്തെ മുമ്പാകെ പകരണം. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ഏകാഗ്രമായിരിക്കും. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കും. ദാവീദ് 34-ാം സങ്കീർത്തനത്തിൽ പാടുന്നത് നമുക്കറിയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. പ്രശ്നസമാനമായ പ്രതികൂലങ്ങൾ, ശക്തമായ പ്രാണന് ഹാനി വരുന്ന സമയത്തൊക്കെ പാടുന്ന പാട്ട് ശ്രദ്ധിക്കൂ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. രാത്രിന് മാത്രമേ, ദൈവത്തിൽ പ്രത്യാശയുള്ളവർ മാത്രമേ അങ്ങനെ പാടുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു സങ്കീർത്തന ദാവീദ് അത് തന്നെയാണ് പറയുന്നത്. അതിന് സമാനമായി, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാൽ പോലും ഞാൻ ഭയപ്പെടത്തില്ല. യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും. അവിടൊക്കെ ദൈവത്തിലുള്ള ആശ്രയം തെളിയിക്കുന്ന വാക്കുകളാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ദൈവത്തിലുള്ള ആശ്രയം തെളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശക്തരായി, ആത്മാവിൽ ജ്വലിച്ച മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുത്ത ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ നമുക്കിടയാകും. ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. ഏത് കാലത്തും, സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും ദൈവത്തിനുള്ള ആശ്രയത്തിന് നമ്മുടെ ഇടയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടില്ലേ? സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഒത്തിരി ഔന്നത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, നന്മകൾ കിട്ടുമ്പോൾ, അവിടെയും നമ്മളും തമ്മിലുള്ള ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നാം പുറകോട്ട് മാറാറില്ലേ? എല്ലാ കാലത്തും എല്ലാ കാലത്തും. മറ്റൊരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പോലെ, അമാവാസിയിലും പൗർണവാസിയിലും കാഹളം ഊതേണ്ടത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൽ പ്രമാണമാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും പുകഴ്ചകളും കൊടുക്കാൻ, ദൈവമുമ്പാകെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഇന്നും ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ. വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാം. പ്രാർത്ഥനയാൽ നമുക്ക് മുമ്പോട്ട് പോകാം. ആത്മശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. അവൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പിന്ന് പകൽ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പുറകോട്ട് പോകുന്നവരല്ല നാം, സാഹചര്യങ്ങളെ ജയിച്ചുകൊണ്ട്. യേശു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ലോകത്തെ ജയിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നന്ദി പറയാമോ? സകലത്തെയും ജയിച്ചവൻ, പൈശാചിക മേഖലകളെ ജയിച്ചവൻ, നമ്മോട് മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 10-ാമത് വാക്യം. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ച് എഴുന്നേറ്റു. സംഭവ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെ, കാലിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. 2 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ ചിന്തിക്കാം. ഒന്ന്, അമ്മയുടെ ഗർഭം മുതൽ ഉള്ളൊരു പ്രശ്നമാണ്, വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നം. 2, ഒരിക്കലും നടന്നിട്ടില്ലാത്ത വിഷയം. 3, കാലിന് ശക്തിയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനം വരുന്നത്. അഭിഷേകമുള്ള പൗലോസ് ആത്മാവിൽ പ്രഖ്യാപിക്കുക, നീ എഴുന്നേറ്റ് കാലൂന്നി നിൽക്കുക, അല്ലെങ്കിൽ കാലൂന്നി നിവർന്ന് നിൽക്കും. എവിടെ, എപ്പോ? ഒരിക്കലും നടക്കാത്ത വിഷയത്തെ നോക്കി കാലൂന്നി നിവർന്ന് നിൽക്കാൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? എൻ്റെ ആത്മീയ വെളിപ്പാട് പറയാം, വർഷങ്ങളായി, മാസങ്ങളായി എത്തും പിടിയും കിട്ടാത്ത, വിടുതലില്ലാത്ത, സാധ്യതകളടഞ്ഞ, പ്രത്യാശയ്ക്ക് ഭംഗം വന്ന വിഷയത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയം എഴുന്നേൽക്കട്ടെ. ഒരിക്കലും സാധ്യതയില്ലാത്ത, അതാണ് മെയിൻ പോയിന്റ്, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, നടക്കാൻ പറ്റത്തില്ലെന്ന് ലോകം പറയുന്ന വിഷയങ്ങളെ നോക്കി ഇന്നു പകൽ ആത്മാവിൽ പറയട്ടെ, അത് എഴുന്നേൽക്കാൻ പോകുക. 2, കാലിന് ശക്തിയില്ലാത്ത, ശക്തി നഷ്ടപ്പെട്ട, ബലം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, മുമ്പോട്ട് പോകാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ അധരം തുറന്നിട്ട് പറ, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, വിശ്വാസം ഉണ്ടാവണം. നോക്കൂ, അവൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ച വിശ്വാസം കണ്ടോ? ജന്മനായുള്ള പ്രശ്നമാണ്, എങ്കിലും വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. പൗലോസ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിയുക. നമുക്ക് ആ വിശ്വാസമുണ്ടോ? വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കണം, അകത്ത് വിശ്വാസം വ്യാപരിക്കണം. നോക്കൂ, അവൻ പൗലോസിനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, അതിനുമ്പത്തെ ഭാഗവചൻ അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടോ, അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, അവന് വിശ്വാസം നോക്കി, പാരമ്പര്യങ്ങളോ വർഷങ്ങളോ ഇത്രയും വർഷം നഷ്ടമായതോ
ഇനി സാധ്യതയില്ലെന്ന് ലോകം പറയുന്നതോ ചിന്തിക്കാതെ അകത്ത് വിശ്വാസം കത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഇന്ന് പോലെ അത്ഭുതം സംഭവിക്കാൻ പോകുക. ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയം നിവർന്ന് നടക്കാൻ പോകുക, എഴുന്നേറ്റ് നടക്കാൻ പോകുക, ശക്തിയില്ലാത്തത് ശക്തി പ്രാപിക്കാൻ പോകുക, ബലമില്ലാത്തത് ബലം പ്രാപിക്കാൻ പോകുക, നാളുകൾ നടക്കാൻ പറ്റാത്ത വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. ദേശത്തിന് അതൊരത്ഭുതമായി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നടക്കാത്ത നിങ്ങളുടെ വിഷയം നടക്കുമ്പോൾ, തുറക്കുമ്പോൾ, നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, ദൈവസഭകൾക്ക്, നാട്ടുകാരുടെ ഇടയിൽ, ചോദ്യം ചെയ്തവരുടെ ഇടയിൽ ഒരത്ഭുതമായി വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവാത്മാവിൻ്റെ വലിയ ചലനം ഇന്നു പകൽ വ്യാപരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നോക്കൂ, ഇത് പൗലോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ നടക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. അവൻ നിവർന്നു നിന്നു. കണ്ടോ, അടുത്ത അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. നിങ്ങളുടെ വിഷയം ഇന്ന് പകൽ കുതിക്കാൻ പോകുക. വർഷങ്ങൾ പലത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട, ചലിക്കാൻ പറ്റാത്ത, ദേശക്കാർ ചർച്ച ചെയ്ത, അകത്തളങ്ങളിൽ വിഷാദമുണ്ടായ നിങ്ങളുടെ വിഷയം കുതിച്ചെഴുന്നേറ്റ് നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ വരിക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, നിങ്ങളുടെ മഹത്വം ഇന്ന് പകൽ ജനത്തിന് മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ വെളിപ്പെട്ടു വരുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിനാൽ ഞങ്ങൾ കൂതിച്ചെഴുന്നേൽക്കും. ഞങ്ങളുടെ വാക്തത്വങ്ങൾ എന്നിട്ട് നടക്കുന്നു. ബലം കൽപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ശക്തിക്കായി സ്തോത്രം. സകല മഹത്വമായ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിക്കും.